നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, നീ എന്താ ഇവിടെ കാട്ടണ്? ഉമ്മ, ഞാന് ചോറിനുള്ള വെള്ളം ചൂടായിട്ടുണ്ടേ, അപ്പൊ അരി ഇടായിരുന്നു. അരി ഇട്ടോ? ആ, അരിയൊക്കെ ഇട്ടോ അപ്പൊ നീ? അരിയൊക്കെ ഞാനും ഇടുമായിരുന്നു. അതൊന്നും സാരില്ല അമ്മ, ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യലുണ്ട്. ഇനിയിപ്പോ ഇട്ടത് ഇട്ടു, അത് പോട്ടെ. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഉള്ളപ്പോ ഇങ്ങനെയുള്ള പണികളൊന്നും നീ ചെയ്യാൻ നിക്കണ്ട കേട്ടോ. അരിയൊക്കെ ഞാൻ തന്നെ ഇടാ. എന്നാലും എന്താ ഒരു കഷ്ടം. എത്ര ഇട്ടോ എങ്ങനെ ഇട്ടോ ഒന്നും അറിയില്ല. എന്നാലും നിനക്ക് അരി ഇടുമ്പോ എന്റെ അടുത്ത് ഒരു വാക്ക് ചോദിക്കായിരുന്നു. ഉമ്മാന്റെ ടെൻഷൻ എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി. ചോറ് പാകാകോ പറഞ്ഞിട്ടല്ലേ. എന്റെ വീട്ടിലുള്ള അത്ര ആൾക്കാർ തന്നെയല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ അതേ പാകത്തിന് തന്നെ ഞാൻ ഇട്ടിക്കുന്നത്. എന്തായാലും പാകാവും. അത് പറഞ്ഞിട്ട് അവിടെ ഉള്ളവർ തിന്നണ പോലെയാണ് ഇവിടെ ഉള്ളവർ തിന്നുക. എന്താ ഒരു കഷ്ടം. എല്ലാവർക്കും തികയോ അതോ 3 ദിവസം ഇരുന്ന് തിന്നേണ്ടി വരുമെന്ന് ആർക്കറിയാം. ശ്ശോ. ഇനിയിപ്പോ എന്തായാലും ഇട്ടുപോയില്ലേ. ഇനി ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ ചെയ്യുന്നത് കണ്ട് പഠിക്ക്. ഞാൻ പറയാ, എന്നിട്ട് മതി തന്നെ ചെയ്യലൊക്കെ ട്ടാ. ആ, ഞാൻ അവിടെയൊക്കെ നോക്കുമായിരുന്നു നിന്നെ, എവിടെയും കാണാനും ഇല്ല. ഇത്ര പെട്ടെന്ന് ഇപ്പൊ നീ അടുക്കളയിൽ വന്നൊക്കെ ഇതൊക്കെ ചെയ്യുന്നു ഞാനും വിചാരിച്ചോ. എന്നാ നീ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയിക്കോ. ആ, ശരി. ആ, വന്നിങ്ങോട്ട് കേറിയില്ല, അപ്പോഴേക്കും തുടങ്ങി അവളുടെ അടുക്കള ഭരണം. എന്നാലും അരിയൊക്കെ എടുത്തിട്ടിക്കണു അവള്. അതും ഞാനിവിടെ ജീവനോടെ ഉണ്ടാകുമ്പോ. ഇതൊക്കെ ഇവള് ഇപ്പൊ തന്നെ ചെയ്യാൻ തുടങ്ങി, പിന്നെ എനിക്കെന്താ ഇവിടെ ഒരു സ്ഥാനം? പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യണ്ടെന്നുള്ളത്. നീ ചെയ്യില്ലായിരിക്കും വിചാരിക്ക. കുട്ടിയെ, റജീന. സുബൈദ. നീയോ? ആ, എന്താ നീ റജീന എന്നൊക്കെ വിളിച്ചിട്ട് വരുന്നു? അല്ലെങ്കിൽ എന്നെയാണല്ലോ എപ്പോഴും വിളിക്കല്. ഇനിയിപ്പൊ എന്താ എന്നെയൊന്നും വേണ്ടാണ്ടായോ? അതൊന്നല്ല താത്ത, നമ്മളിനി അയൽവക്കക്കാര് ഇനിയിപ്പൊ അവളിനെയല്ലേ വിളിച്ചിട്ട് വരണ്ട്. അവളല്ലേ ഇവിടുത്തെ പുതിയ ആള്. അതെന്താ എനിക്കെന്താ ഇവിടെ ഒരു സ്ഥാനമില്ലേ? ഇന്നലെ ഇപ്പൊ ഒരു മരുമകളും കൂടി കയറി വന്നോന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പടി പോലെ നിൽക്കുന്ന എനിക്ക് കണ്ണു കാണില്ല? ഓ എന്റെ താത്ത, ഞാൻ അതൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. നിങ്ങൾക്ക് ഇപ്പൊ പുതിയ മരുമകളിലൊക്കെ കിട്ടിയില്ലേ. ഇപ്പൊ വീട്ടുപണി അടുക്കള കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളുമല്ലോ. നിങ്ങൾക്ക് ഇനി ഇത്തിരി റെസ്റ്റ് ഒക്കെ ആവാലോ. അത് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. പിന്നെ ഇപ്പൊ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അമ്മയും കൂടെ ഏൽപ്പിച്ചു കൊടുക്കാന് എനിക്ക് എന്താ വല്ല വയ്യായിക്ക് വന്നിട്ട് ഇരിക്കുകയാണ്? അതുമല്ല, ഇവിടുത്തെ ഈ ചുറ്റുവട്ടങ്ങളൊക്കെ ആയിട്ടൊന്നും അവൾക്കൊന്നും ചെയ്യാനും അറിയണില്ല. ഇപ്പോഴും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കല്. നിങ്ങൾ ഇനി അതൊന്നും മനസ്സിൽ വെക്കണ്ട, ഞാൻ അതൊന്നും വിചാരിച്ചിട്ടില്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ, ഞാൻ അവളിൽ ഒന്ന് കാണാലോ പറഞ്ഞിട്ട് വന്നതാണ്. ഇനി വരുമ്പോ നിങ്ങൾ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് വരാം പോരെ? ഉം. നീ ഇതെപ്പളാ വന്ന്? എന്നാ വന്നോന്ന് പറയേ എല്ലാവരും. നിനക്ക് ചായ ഒന്നും വേണ്ടേ? പറഞ്ഞാലല്ലേ ഇത് വെക്കാൻ പറ്റുള്ളൂ. ചായ റെജീന വെക്കണ്ടാവുമല്ലോ. അതെ, ചായ ഇപ്പൊ അവള് വെക്കാൻ പോയോ? നീ എന്താ തിന്നാനൊന്നും കൊണ്ടുവന്നില്ലേ? അല്ലെങ്കിൽ എപ്പോ വരുമ്പോൾ തിന്നാൻ കയ്യിലുണ്ടാവുമല്ലോ. അതൊക്കെ ഞാൻ അവളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ, എല്ലാം ഇപ്പൊ അവളിനെ ഏൽപ്പിച്ചോ? ഇന്നലത്തെ വരെ ഉമ്മ ഉമ്മ എന്ന് വിളിച്ചതിന്റെ പിന്നിന്ന് മാറാത്ത ചെക്കനായിരുന്നു. 2 ദിവസം കൊണ്ട് ഒക്കെ അവള് കയ്യടക്കിയപ്പോ. എന്നാലും അവള് കാണും പോലെ അല്ലല്ലോ സാധനം. നീ എന്താ ഇവിടെ കാട്ടുന്നത്? ഇക്കാക്ക് ചായ വേണമെന്ന് പറഞ്ഞു ഉമ്മ, അപ്പൊ ഞാൻ ചായ വെച്ചതാണ് ഇക്കാക്കേ. ആ, അവൻ പറയുമ്പോഴേക്ക് നീ ഓടി വന്ന് ചായ വെക്കാനും നിന്നോ? നിനക്കറിയപ്പോ അവന്റെ ചായന്റെ കണക്കൊക്കെ. നിനക്ക് എന്നെയൊന്നും വിളിക്കാറുന്നില്ലേ? അവൻക്ക് ഈ ചായ വെക്കുമ്പോഴേ നേരെ ആവണം, അല്ലാന്നുണ്ടെങ്കിൽ ചക്കനക്ക് വേഗം ദേഷ്യം വരും. അവന് ഈ മറ്റുള്ളവരിനെ പോലെ പുറത്തൊന്നും പോയി ചായ കുടിക്കില്ലേ. ഞാൻ വെക്കുന്ന ചായ തന്നെ അവനക്ക് പറ്റുള്ളൂ. അതൊക്കെ ഞാൻ ഇക്കാലത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. മധുരം കുറച്ചിട്ട് നല്ല സ്ട്രോങ്ങിലല്ലേ വേണ്ടത്, അതുപോലെ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ എവിടെ നീ ഒക്കെ മനസ്സിലാക്കിട്ട് വെച്ച ചായയല്ലേ, എങ്ങനെ ഉണ്ട് നോക്കട്ടതാ. അയ്യേ, ഇതാണ് ചായ? ഇത് എന്ത് ചായ ഇത്? ഇത് നീ അവനക്ക് കൊണ്ടേ കൊടുത്തതാണെങ്കിൽ ഈ ചായ കൊണ്ട് നിന്റെ മൗത്തിക്ക് കയറുണ്ടാവും അവന്. അതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് പറയുന്നത്, നീ ഇപ്പൊ തന്നെ ഇതൊന്നും ചാടിക്കേറി ചെയ്യാൻ നിക്കണ്ട. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. എന്താ അത്ര തിരക്ക്? നീ ഞാൻ ചെയ്യുന്നതൊക്കെ അങ്ങോട്ട് കണ്ട് പഠിക്കേ. എന്നിട്ട് ഞാൻ സമയമാകുമ്പോ പറയാ ഓരോന്ന് ചെയ്യാനേ, അപ്പൊ ചെയ്താ മതി. ഒന്നില്ലെങ്കിലും ഞാൻ അവന്റെ ഉമ്മയല്ലേ, എനിക്കല്ലേ അറിയുള്ളൂ അവന്റെ എല്ലാ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടൊക്കെ. പ്രത്യേകിച്ച് ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ല ചിട്ടവട്ടങ്ങളാണ്. ഈ ദോശ, ഇഡ്ഡലി, ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കൈ കഴുകി പാത്രത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ചുട്ടു കൊടുക്കുക.
അങ്ങനെ ഞാൻ അവനെ ശീലിപ്പിച്ചെടുത്തിരിക്കുന്നതേ. എന്താ ചെയ്യാ, ഓരോ ശീലങ്ങളാണ് അവന്റെ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, നീ ഇതൊന്നും ചെയ്യാനായിട്ടില്ല, ആവുമ്പോ പറയാന്ന്. എന്തായാലും ഇപ്പൊ നീ ചായ വെച്ചതല്ലേ, ഇത് നീ കുടിച്ചോ. ഇപ്പൊ വെറുതെ കളയണ്ട, അവനിക്കുള്ളത് ഞാൻ വെച്ച് കൊണ്ടുപോയി കൊടുക്കാട്ടാ. എന്നാ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോ, എന്നാ നീ, ഞാൻ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക. ഒരു ചായ വെച്ച കോലമാണ് അവള്. അങ്ങനെ ചായ വെക്കുക, എല്ലാം അറിയുന്നുള്ളൊരു ഭാവം ഉണ്ട് ഇത്തിരി. ഉമ്മ, വെള്ളം ചൂടാക്കുന്ന ചട്ടി എവിടെ? എന്തിനാ വെള്ളം ചൂടാക്കുന്ന ചട്ടി നിങ്ങക്ക്? അല്ല, വാപ്പാക്ക് കുളിക്കണത്രേ, അപ്പൊ വെള്ളം ചൂടാക്കാൻ പറഞ്ഞു. ഉമ്മ ഇവിടെ ഓരോ തിരക്കിലല്ലേ, ഞാൻ വെള്ളം ചൂടാക്കി കൊടുക്ക, ചട്ടി എടുത്ത് തന്നാല്. അസലായി, നീ ഇപ്പൊ വാപ്പാക്ക് വെള്ളം ചൂടാക്കാൻ നിക്ക. നിനക്ക് അതിന് അറിയോ വാപ്പാക്ക് എങ്ങനെ വെള്ളം ചൂടാക്കാന്നുള്ളത്? വെറുതെ ഒരു ചട്ടി വെള്ളം വെച്ചുകൊണ്ട് അങ്ങോട്ട് കത്തിച്ച് തിളപ്പിക്കലല്ല. അതില് കുറേ പച്ചമരുന്നും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാന്. അതിൽ എന്തെങ്കിലും ഇത്തിരി കുറവ് വന്നാ മതി, ആവ കൊളാവും. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യാം, നീ അങ്ങോട്ട് പോയിക്കോ. ഓ, അവളിപ്പോ വാപ്പാക്ക് വെള്ളം ചൂടാക്കാൻ വന്നിക്കുക. എല്ലാരും കഴിഞ്ഞു, നീ വാപ്പാനും കൂടി സോപ്പിട്ട് കയ്യിലാക്കണം. നടന്നു തന്നെ. അമ്പടി. അമ്മ. ഇല്ല, കൊഴപ്പൊന്നുമില്ല. പിന്നെ എന്താ പറഞ്ഞാല്, എന്നെ കൊണ്ട് ഇവിടെ ഒരു പണിയും ചെയ്യിപ്പിക്കുന്നില്ല. ഒക്കെ ഇവിടുത്തെ മെന്നെ ചെയ്യല്. ഞാൻ എന്തെങ്കിലും ഒരു ചായയെങ്കിലും വെക്കാൻ പോയി പറഞ്ഞാൽ നിനക്കൊന്നും അറിയില്ല അവർക്ക് പറഞ്ഞു വിടുക. എനിക്ക് ചായയൊക്കെ വെക്കാൻ അറിയില്ലേ, ഒരു വെള്ളം ചൂടാക്കാനും കൂടി സമ്മതിക്കുന്നില്ലമ്മ. ഇല്ല, ചീത്തയൊന്നും പറയുന്നില്ല, ഒക്കെ ഉമ്മന്നെ ചെയ്യാ, നീ ചെയ്താ ശരിയാവില്ല എന്നാ പറയുന്നത്. ആ ആ ശരി. ശരി കേട്ടമ്മ. എന്തെങ്കിലുമൊക്കെ കാട്ടട്ടെ, എനിക്ക് അത്രയും സുഖമായി, ഒന്നും ചെയ്യണ്ടല്ലോ. ഉമ്മ, ചായ വെച്ചിട്ടുണ്ടോ? ഞാനിത് അവനക്കുള്ള ചായ വെക്കാണ്. അതെ, എന്നാ വെക്കണേന്റെ കൂടെ എനിക്കും കൂടി ഒന്ന് വെക്കിട്ടമ്മ. അതിനിപ്പോ നിന്റെ ചായന്റെ കണക്കൊന്നും എനിക്കറിയില്ലാലോ. നിനക്കുള്ള ചായ നീ എന്നെ വെക്കല്ലേ നല്ലത്. അതൊന്നും കുഴപ്പമില്ല, ഇവിടെ ഇക്കാക്ക് വെക്കുമ്പോൾ തന്നെ എനിക്കും വെച്ചാ മതി. എനിക്ക് ഇങ്ങനെ ചായക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് കണക്കുന്നൊന്നുമില്ല. ചായക്ക് മാത്രല്ല, ഒന്നിനും അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതുപോലെ വേണമെന്നൊന്നുമില്ല. ഇവിടെ ഉമ്മ വെക്കുമ്പോൾ തന്നെ എനിക്കും വെച്ചാ മതി. എന്നാ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോട്ടമ്മ. ആ ഉമ്മ, ചോറും കറിയൊക്കെ ആയോ? വിശന്നിട്ട് വയ്യ. ചോറൊക്കെ ആയിട്ടുണ്ട്. എന്തമ്മ കറി വെച്ചിക്കണ്? കറി ഇതാ രാവിലെ മീൻ വാങ്ങിയില്ലേ, അത് വെച്ചിട്ടുണ്ട്. അവനക്കുള്ള മീനൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നിനക്കുള്ളത് നീ വറുത്തോ, ബാക്കിയുള്ളത് ഞാനതാ ഉരുണ്ട മേലെ വെച്ചിട്ടുണ്ട്. എനിക്ക് പൊരിക്കാനായിട്ട് അങ്ങനെ മാറ്റി വെക്കൊന്നും വേണ്ടമ്മ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ലേ. ഇവിടെ ഉമ്മ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇനി മുതൽ ഇക്കാന്റെ ഇഷ്ടങ്ങളല്ലേ എന്റെയും കൂടി ഇഷ്ടങ്ങള്. ഇക്കാക്ക് ചെയ്യുമ്പോൾ തന്നെ ചെയ്താൽ മതി. അമ്മ, പിന്നെ ഈ അടുക്കള പണിയൊക്കെ കഴിഞ്ഞാലേ അവിടെ തുണികൾ നിറയെ തിരുമ്പാനിട്ടുണ്ട്. നാളേക്ക് നിക്കാക്ക് ഒന്നും ഇടാനില്ലാന്ന് പറഞ്ഞായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും അത് തിരുമ്പേടിട്ടോളി. ഞാൻ തിരുമ്പിയ ശരിയാവില്ലേ, ചളിയൊന്നും പോയില്ല. നല്ല വിശപ്പ്, ഞാൻ ചോറിനട്ടെ. ഇക്കാക്ക് ഉമ്മ എടുത്തു കൊടുക്കുമല്ലോ അല്ലെ. അല്ലാ, എന്റെ എടുപ്പ്. മോളെ, ഒന്നും ഇങ്ങോട്ട് വാ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ്, എന്തോ പന്തികേട് ഉണ്ടല്ലോ. എന്തമ്മ? പിന്നെ നീ വാപ്പാക്കും അവനക്കുള്ള ചായ ഒന്ന് വെക്കുവോ? അല്ലാ, എനിക്കൊന്നും അറിയില്ല കേട്ടമ്മ, അവിടുത്തെ എല്ലാവരുടെയും പാകത്തിന് ചായ വെക്കാന്. ഞാൻ വെച്ചു പറഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ കൂടിപ്പോകും. ഉമ്മന്നെ അങ്ങോട്ട് വെച്ചാ മതി. നീ ഇവിടെ നിന്ന് വന്ന് ഇരിക്കി. പിന്നെ നീ എല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നീ അതൊന്നും കാര്യാക്കി എടുക്കണ്ട കേട്ടോ. മരുമക്കള് വന്ന് കേറിയ പാടെ എല്ലാം അവർക്ക് വിട്ടുകൊടുത്താലേ പിന്നെ അതിന്റെ ഭരണമായിരിക്കും, നമുക്കൊന്നും വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടായില്ല എന്ന് ഞാൻ വിചാരിച്ചത്. എനിക്കും തോന്നി ഇതെന്താ ഇങ്ങനെയെന്ന്. എല്ലാവരും നേരെ തിരിച്ചല്ലേ ഉണ്ടാകുക.
എല്ലാവരും കെട്ടിക്കൊടുത്തോടുന്ന് പണിത് പണിത് ചടച്ചു എന്ന് പറഞ്ഞ പരാതി പറയാ. എന്റെ വിവരക്കേടും കൊണ്ട് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അതൊന്നും നീ കാര്യാക്കി എടുക്കണ്ട. എനിക്ക് ഇനി ഇവിടുത്തെ ഭരണമൊന്നും വേണമെന്നില്ലമ്മ. എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല. നിമ്മ അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നും ചെയ്യാൻ നിക്കണ്ട. ഒക്കെ ഞാൻ ചെയ്യാ. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിലും ഒക്കെ പറഞ്ഞു തന്നാ മാത്രം മതി. ഞാൻ ഉമ്മാനെ സ്വന്തം ഉമ്മാനെ പോലെ തന്നെ കണ്ടിക്കണത്. ഒക്കെ എന്റെ വിവരക്കേടാണ് കേട്ടോ. നീ അതൊന്നും കാര്യാക്കി എടുക്കണ്ട.